അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മോളെ സീനത്തെ, മോള് മാറ്റിക്കോ. എന്തിനെ? ഹോസ്പിറ്റലിൽ ഒന്ന് കാണിക്കായിരുന്നു. ഷെഫി പറഞ്ഞിട്ടുണ്ട് ഒന്ന് ഹോസ്പിറ്റലിൽ കാണിക്കാൻ പെട്ടെന്ന്. എന്ത് കാര്യത്തിന്? അല്ല, നിനക്ക് എന്തൊക്കെയോ അസുഖം. എനിക്കങ്ങനെ അസുഖം ഉണ്ടെന്ന് കരുതിയിട്ട് എന്ത് കാര്യത്തിന് ഹോസ്പിറ്റലിൽ പോണത്? സത്യം പറഞ്ഞാൽ അവൾക്ക് മടുപ്പായിരുന്നു. കാരണം ഷെഫി ഉസ്താദ്, അതെ, അദ്ദേഹത്തിൻ്റെ കുഞ്ഞിനെ താൻ ഗർഭം ചുമന്നിരിക്കുന്നു എന്നുള്ള കാര്യം അവൾക്ക് ഉറപ്പാണ്. പക്ഷേ രാജേഷിൻ്റെ കൂടെയുള്ള ആ ഒരു അഴിഞ്ഞാട്ടം ഇനി നടക്കില്ല. ഞാൻ ഗർഭിണിയായി കഴിഞ്ഞാൽ എന്തൊക്കെ തന്നെയാലും എൻ്റെ ഹാപ്പിനെസ് നഷ്ടപ്പെടും. അത് അവനെ ഞാനൊന്ന് പരിചയപ്പെട്ടിട്ടേ ഉള്ളൂ. ശരിക്ക് അവൻ്റെ കൂടെ ഒരിക്കൽ പോലും ഒന്ന് നല്ല രീതിയിൽ ഒന്ന് കഴിഞ്ഞിട്ടൊന്നുമില്ല. ജസ്റ്റ് വെറുതെ ഒന്ന് ബൈക്കിലോടും, അത് തന്നെ. അല്ലാതെ എൻ്റെ സന്തോഷം മുഴുവൻ ഇവിടെ നശിക്കുകയാണ്. ഇനി വീട്ടിൽ ഈ റൂമിൽ ഞാൻ കെട്ടിയിട്ടവളെ പോലെ നിൽക്കേണ്ടി വരും. ഒരിക്കൽ പോലും എനിക്കിതിന് താല്പര്യമില്ല. സത്യം പറഞ്ഞാൽ അവൾക്ക് ആ കുഞ്ഞിനെ വേണ്ട എന്നുള്ള രീതിയിൽ ആണ് അവളുടെ സംസാരം. അവൾ വെറുതെ ഒരുപാട് ഓടുകയും ചാടുകയും ചെയ്തു. എങ്ങനെയെങ്കിലും ഒന്ന് പോയി കിട്ടിയിരുന്നെങ്കിൽ സമാധാനമായിരുന്നു. എന്നാൽ ഷെഫി ഉസ്താദിൻ്റെ മനസ്സിൽ ഒരുപാട് സന്തോഷമായിരുന്നു വന്നത്. അതെ, തൻ്റെ പ്രിയപ്പെട്ട എൻ്റെ സീനത്ത് ഗർഭിണിയാണ് എന്നുള്ള കാര്യം അറിഞ്ഞപ്പോൾ വളരെയധികം സന്തോഷമായി. അവളോട് കൂടുതലായിട്ടൊന്നും ഞാൻ ഇടപഴകിയിട്ടില്ല എന്ന് വെച്ചാൽ തീരെയില്ല എന്നല്ല. പക്ഷേ ഇത്രയും പെട്ടെന്ന് എനിക്കൊരു കുഞ്ഞുണ്ടാവും എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞതേയില്ല. മോളെ, നീ മാറ്റുന്നില്ലേ? ഞാൻ ക്ലാസ്സിലേക്ക് പോവാണ്. മോളെ ഹോസ്പിറ്റലിൽ പോയിട്ട് പോവാം. ഇന്ന് ഏതായാലും ലീവാക്കിയേക്ക്. നിങ്ങൾക്കത് പറഞ്ഞാൽ മതി. ഒരു ക്ലാസ് നഷ്ടപ്പെട്ടാലേ അതിൻ്റേതായ രീതിയിൽ ഒക്കെ നഷ്ടപ്പെടും. പിന്നെ എനിക്കാരും പറഞ്ഞു തരൂല. മോൾക്ക് കഴിയോ? മോൾക്ക് തലകറക്കും ഛർദിയൊക്കെ ആവുമ്പോൾ? ആര് പറഞ്ഞ്? എനിക്കങ്ങനെയൊന്നുമില്ല മോളെ. എനിക്കറിയാം എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കുന്നു അറിയണുണ്ട്. എങ്ങനെ നിങ്ങളതിൽ എൻ്റെ കാര്യം നോക്കാൻ നിൽക്കണേ? അത് ഏതൊരു ഉമ്മമാരും മക്കളെ കല്യാണം കഴിഞ്ഞാൽ അവരെ കാര്യങ്ങളൊക്കെ നോക്കും. അവരുടെ പീരീഡ്സിന് ടൈമും കാര്യങ്ങളും എല്ലാം നോക്കും. അങ്ങനെയാണ് അധികം ആളുകളും. അപ്പോൾ എനിക്ക് ഇതൊക്കെ കഴിഞ്ഞ് വന്നതല്ല ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ നിന്നോട് ചോദിച്ചത്. കാരണം ഷെഫി പോയിട്ട് ഇത്രയായിട്ടും നിനക്ക് പീരീഡ്സൊന്നും ആകാത്തതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കണം എന്ന് വിചാരിച്ച് നിൽക്കായിരുന്നു. നിങ്ങൾക്ക് നാണില്ലേ ഇതൊന്നും എന്നോട് ഇങ്ങനെ പറയാൻ? മരുമകളുടെ കാര്യങ്ങളൊക്കെ അമ്മായിമാരിങ്ങനെ നോക്കി നടക്കുമോ? മോളെ, അതിനെന്തത്ര തെറ്റുള്ള കാര്യമാണത്? അത് നോക്കല്ലേ എൻ്റെ ഉത്തരവാദിത്വം തന്നെയല്ലേ? ഓനിവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ? അതെ, നിങ്ങളെ ഡ്യൂട്ടിക്ക് നോക്കിയാൽ മതി. നിങ്ങൾ എൻ്റെ കാര്യം നോക്കണ്ട. ഞാൻ പോകുകയാണ്. അവൾ വേഗമിട്ട് അതാ ഇറങ്ങി. മോളെ, ഇന്ന് കുറച്ചുകൂടി കഞ്ഞി കുടിച്ച് പോയിക്ക മോളെ. വേണ്ടെന്ന് പറഞ്ഞില്ല, എനിക്കൊക്കെ കുടിക്കാൻ കഴിയണില്ല. നമുക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. മോളെ, ഇത് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഒന്നും വേണ്ട, നിങ്ങളത് പോയി തരും. ഒരു സമാധാനം തരൂല. അവൾ എങ്ങനെയൊക്കെയോ അത് അവിടെ നിന്ന് കഴിച്ചിലാകുകയാണ്. അവൾക്ക് വളരെയധികം ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. അതെ, താൻ ഗർഭിണിയാണെന്ന് തോന്നുന്നു. അറിയുന്നില്ല. തനിക്കുള്ള കൈകാലുകൾ കുഴച്ചിൽ, തലകറക്കം, ഭക്ഷണം വേണ്ടായിക, ഇതെല്ലാം കൂടി തോന്നിയിട്ട് എനിക്ക് എന്തൊക്കെയോ തോന്നുകയാണ്. ഉറപ്പാണ് ഞാൻ അപ്പോഴേ എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. വേണ്ട രീതിയിൽ ഇപ്പോൾ പെട്ടുപോയെന്ന് തന്നെ പറയാം. എൻ്റെ പഠനം, എൻ്റെ എൻജോയ്മെൻ്റൊക്കെ നഷ്ടപ്പെട്ടു തന്നെ പറയാം. നല്ല രീതിയിൽ പഠിച്ചുകൊണ്ട് വരികയായിരുന്നു. പിന്നെ അവൻ്റെ കൂടെ നല്ല രീതിയിൽ നല്ല കറങ്ങി നടക്കലും എല്ലാം ആയിരുന്നു. ഒക്കെ നഷ്ടപ്പെട്ടു. റബ്ബേ, എനിക്കിത് വേണ്ടില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ ഷെഫി ഉസ്താദിൻ്റെ കുഞ്ഞിനെ അവൾ ഗർഭം ചുമന്നിരിക്കുന്നു. രാജേഷുമായി യാതൊരു ബന്ധവും കാര്യങ്ങളും അതും ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ എന്താ ഞാൻ ചെയ്യുക? അവൾക്ക് സത്യം പറഞ്ഞാൽ അതൊട്ടും ഇഷ്ടമല്ലായിരുന്നു. കാരണം അവൾക്കനുസരിച്ചുള്ള ഭർത്താവല്ല ഷെഫി ഉസ്താദ്. അവൾക്ക് അഴിഞ്ഞാടി അവളുടെ ഇഷ്ടം പോലെ നടക്കണം. പക്ഷേ ഷെഫി ഉസ്താദ് സ്വാലിഹായ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് കുറച്ച് അടക്കത്തോടെ ഒതുക്കത്തോടെ നല്ല വസ്ത്രധാരണത്തോടെ നടക്കണം. അതാണ് ഇഷ്ടം. ഒട്ടും ഇഷ്ടമല്ലായിരുന്നു മരുമകൾക്ക് അത്. അവൾക്ക് ആകെപ്പാടെ ടെൻഷനാവുകയാണ്. ഏത് സമയത്താണ് ഇതിന് തോന്നിയതാമോ? എൻ്റെ വീട്ടുകാരെ പറഞ്ഞാൽ മതി. എല്ലാവരും കൂടിയാണ് ഇപ്പോൾ ഇതിൽ നിന്നത്. ഇപ്പോൾ എന്താ ഞാൻ ചെയ്യുക? അവൾ മൂഡ് ഓഫോട് കൂടി അന്ന് ക്ലാസ്സിലും ഇരുന്നു. ഫ്രണ്ട്സുകളെല്ലാം ചോദിച്ചു, എന്ത് പറ്റി നിനക്ക്?
ഒന്നുമില്ല. എന്നാൽ തൻ്റെ പ്രിയപ്പെട്ട രാജേഷിനോട് കാര്യങ്ങളെല്ലാം പറയണം. പറയാതിരുന്നാൽ ഒരുപക്ഷെ അവന് ആ സ്നേഹം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് തന്നെ എല്ലാം പറയണം. അന്ന് തന്നെ ക്ലാസ്സിൽ നിന്ന് അവൾ മെസ്സേജ് അയക്കുന്നുണ്ട്. ഇന്ന് എന്തായാലും വരണം, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു കാര്യം പറയാനുണ്ട്. എന്താ മോളെ, മോൾക്ക് എന്താ വേണ്ടത്? എന്തായാലും വേണം, എനിക്ക് കാണണം. ആയിക്കോട്ടെ, എന്തായാലും ഞാൻ എത്തുമല്ലോ. ആ ആയിക്കോട്ടെ. അങ്ങനെ അത് അവൾ കോളേജ് വിടുന്ന സമയത്ത് കൃത്യസമയത്ത് തന്നെ അവൻ അവിടെ എത്തുന്നു. നേരെ അതാ അവൾ അവൻ്റെ അരികിലേക്ക് ഓടിച്ചെന്നു. എന്തായിരുന്നു രാവിലെ മോർണിംഗിൽ എന്താ കാണാതിരുന്നത്? അത് എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് ജോലിയുണ്ടായിരുന്നു. നിൻ്റെ ക്ലാസ് കഴിയുമ്പോഴേക്കും എത്തണമെന്ന് വാശിയായിരുന്നു. ഏതായാലും എത്തി. നീ വിളിച്ചത് കൊണ്ട് ഒന്നും കൂടെ നേരത്തെ അങ്ങ് പോന്നു. നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ മോളെ? അല്ല, എന്തു പറ്റി? എൻ്റെ ബേബിക്ക് മുഖം വല്ലാണ്ടിരിക്കുന്നു. സ്നേഹത്തോടെയുള്ള രാജേഷിൻ്റെ ആ ഒരു വാക്കുകൾ അത് സീനത്തിൻ്റെ മനസ്സിൽ വളരെയധികം സന്തോഷമുള്ളതാക്കി. എന്തു പറ്റി വാവേ? എന്താ വല്ലാണ്ട്? വരൂ, നമുക്ക് ജ്യൂസ് എന്തെങ്കിലും കഴിക്കാം. വേണ്ട, എനിക്ക് എന്താ എനിക്ക് എന്തൊക്കെയോ. എന്തു പറ്റി മോളെ? രാജേഷ് സ്നേഹത്തോടെ തന്നെ അവളുടെ തോളിലൂടെ കൈയിട്ടു. എനിക്കൊരു സാധനം വേണം. എന്ത് സാധനം? എന്ത് വേണ്ടത്? നീ എന്ത് വേണമെങ്കിലും ഞാൻ കൊണ്ടുവന്ന് തരുമല്ലോ. രാജേഷിൻ്റെ ചെവിയിൽ അവളത് പതുക്കെ പറഞ്ഞു കൊടുത്തു. ഓ മൈ ഗോഡ്, അങ്ങനെയൊക്കെ ഉണ്ടോ? അതൊക്കെ ഉണ്ടാവാനെ നീ എന്തിനു സമ്മതിച്ചു? പിന്നെന്താ, എൻ്റെ ഭർത്താവല്ലേ. പക്ഷേ എനിക്കൊട്ടും താല്പര്യമില്ല ഇപ്പോൾ ഒരു കുഞ്ഞെന്നുള്ള രീതിയിൽ. കുഞ്ഞ് ആർക്കാണ് ഇപ്പോൾ കുഞ്ഞിനെ വേണ്ടത്? നിനക്ക് എൻജോയ്മെൻറ്റ് വേണോ, കുഞ്ഞ് വേണോ? നിൻ്റെ ജീവിതം നീ മാക്സിമം ആസ്വദിക്കണം. പക്ഷെ നീ നിൻ്റെ ജീവിതം ആസ്വദിച്ചിട്ടില്ല. കൂട്ടിലിട്ട കിളിയെപ്പോലെ അങ്ങനെ നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ നീ നല്ല രീതിയിൽ ആസ്വദിക്കണം. അതിനുവേണ്ടി എന്തും ചെയ്യാൻ നീ തയ്യാറാകണം. നിന്നെ രക്ഷിക്കേണ്ടത് നീ തന്നെയാണ്. നാം ആണ് നമ്മുടെ ഇഷ്ടങ്ങൾ നിയന്ത്രിക്കേണ്ടത്, അല്ലാതെ മറ്റോ ആരുമല്ല. അത് എനിക്ക് എന്തൊക്കെയോ ആവുകയാണ്. മോളെ എന്ത് പറ്റി? എന്തെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, വാങ്ങിത്തരാം, വേഗം വാ. നേരെ അതാ ഒരു കൂൾ ബാറിലേക്ക് കയറി അവൾക്ക് ജ്യൂസ് വാങ്ങിക്കൊടുക്കുന്നു. നല്ലോണം ഒന്ന് വലിച്ച് കുടിച്ച് നല്ലൊന്ന് ഫ്രഷായി വാ. പെട്ടെന്നാണ് അതാ ആ ഒരു കാഴ്ച അവൻ കാണുന്നത്. അത് മറ്റാരുമായിരുന്നില്ല, ഷെജിൽ. അത് അവളുടെ ആദ്യത്തെ ആള്. ഷെഫി ഉസ്താദിനോട് മാപ്പ് പറഞ്ഞ അവൻ ഷെജിലിന് ആ ഒരു കാഴ്ച തൻ്റെ കണ്ണുകളെ അവൻക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അതാ ഒരു ടേബിളിൻ്റെ രണ്ട് ഭാഗത്തായിട്ട് രാജേഷും സീനത്തും ഇരുന്ന് ജ്യൂസ് കഴിക്കുന്നു. ഒരു നിമിഷം അവൻ ഞെട്ടിപ്പോയി ആ കാഴ്ച കണ്ട്. അവൻ അങ്ങോട്ട് ആ ഷോപ്പിലേക്ക് കയറി വരികയാണ്. ഈ ഒരു കാഴ്ച കണ്ട് അവൻ പതുക്കെ അങ്ങ് പിൻവാങ്ങി. അല്ലാ, വീണ്ടും ആ കാഴ്ച ഞാൻ കണ്ടു. അവളോട് എത്രയോ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവൻ്റെ കൂടെ നടക്കരുത്, നിൻ്റെ ഭാവി നഷ്ടപ്പെടുന്നു. ഇനി അവൾ പഠിച്ചില്ലല്ലോ. വല്ലാത്തൊരു സങ്കടം തന്നെയാണത്. ഹോ, എന്തൊരിതാണത്. ഒരു നിമിഷം അവൻ്റെ ചിന്തകൾ നിയന്ത്രിക്കാൻ വരെ കഴിയുന്നില്ല. എങ്ങനെയെങ്കിലും അവളോട് പറഞ്ഞിട്ട് അതിൽ നിന്ന് പിന്തിരിയിപ്പിക്കണം. പക്ഷേ തന്നോട് പറഞ്ഞപ്പോൾ നീ നിൻ്റെ കാര്യം നോക്കിപ്പോയാൽ മതി, നീ എന്നെ പഠിപ്പിക്കാൻ വരണ്ട എന്നാണ് അവൾ പറഞ്ഞത്. പഠിച്ചോനെ, ഞാനിപ്പോൾ എന്താ ചെയ്യുക? എനിക്കറിയുന്നില്ലല്ലോ. ഷെഫി ഉസ്താദിന് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാലോ? അത് നേരിട്ടൊന്ന് എൻ്റെ അടുത്ത് നമ്പറൊക്കെ ഉണ്ട്, ഒന്ന് വിളിച്ച് പറഞ്ഞാൽ ഒരു പക്ഷേ. വേണ്ട, എന്തിനാണ് അയാൾക്കെതിരെ കൂടുതൽ വേണ്ട, ഒന്നും ഞാൻ ചിന്തിക്കുന്നില്ല. എന്താ റബ്ബേ ഞാൻ ചെയ്യുക? ആരോടെ പറയാൻ എനിക്കറിയുന്നില്ല. അവളോട് തന്നെ ഒന്നുകൂടെ പറഞ്ഞ് ഉപദേശിച്ച് പിന്തിരിപ്പിക്കണം. അല്ലെങ്കിൽ ഞാൻ കൂടി അത് വലിയൊരു തെറ്റിന് കാരണക്കാരനായി വരും റബ്ബേ. പെട്ടെന്ന് അറിയാത്ത രീതിയിൽ അതാ ഷെജിൽ അങ്ങോട്ട് കടന്നു വന്നു. നേരെ അവരുടെ തൊട്ടപ്പുറത്തുള്ള സീറ്റിലിരുന്നു കൊണ്ട് ഒരു ബദാം ഷേക്ക് അറിയാത്ത രീതിയിൽ അവിടെ നിന്നു. എന്നാൽ ഈ സമയം രാജേഷും അവളും നല്ല ചിരിയും കളിയും സംസാരവുമായിരുന്നു. അതിനിടക്ക് അവൾ ആ കാര്യം പറയുന്നു. ഷെജിലിനെ അവൾ കണ്ടില്ല. ഷെജിലാണെങ്കിൽ അറിയാത്ത രീതിയിൽ അഭിനയിക്കുകയുമാണ്. അവർ രണ്ടുപേരും ജ്യൂസ് കുടിച്ച് ചിരിയിലും കളിയിലും സംസാരത്തിലും
അതിനിടക്ക് രാജേഷിനോട് അതവൾ പറയുന്നു. അതെ ഏട്ടാ. ആ, എന്താ പെണ്ണേ? ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മൾ ഇത്രയൊക്കെ അധികം സംസാരിച്ചു, പക്ഷെ എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. എന്ത് കാര്യം? അതെ, പിന്നുണ്ടല്ലോ, എനിക്ക് നിനക്ക് എനിക്ക് എന്തൊക്കെയോ അസ്വസ്ഥതയൊക്കെ വരുന്നുണ്ട്. അസ്വസ്ഥതയോ? എന്ത് അസ്വസ്ഥത? എനിക്ക് എന്തൊക്കെയോ ആവുന്നു. അത് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതാണ് കാര്യം. നിനക്ക് അത്ര സംശയം ഉണ്ടെങ്കിലേ ഞാൻ ഒരു സാധനം കൊണ്ടുതരാം, നീ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക്. ഒരു നിമിഷം അത് കേട്ട് അവൻ ഞെട്ടിപ്പോയി. റബ്ബേ, എന്തൊക്കെ ഞാൻ കേൾക്കുന്നത്? അവൾ പ്രഗ്നൻ്റോ? എനിക്കറിയുന്നില്ല. അവൻ്റെ നിയന്ത്രണം വിട്ടുപോയി എന്ന് തന്നെ പറയാം. അവൻ ഒരു നിമിഷം ഒന്നും മിണ്ടിയില്ല, ഒന്നും പറഞ്ഞില്ല. സത്യം പറഞ്ഞാൽ അവൻ എന്ത് ചെയ്യണമെന്നായിപ്പോയി. തൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവന്ന ആ ഒരു ബദാം ഷേക്ക് അതവന് കുടിക്കുവാൻ തന്നെ കഴിയുന്നില്ല. അത് അവിടെ വെച്ചു എന്നല്ലാതെ റബ്ബേ, അതിൽ നിന്ന് അല്പം പോലും കുടിക്കുവാനോ അല്ലെങ്കിൽ അതെടുക്കുവാനോ അവന് കഴിയുന്നില്ല. അവനാകെ ഷോക്കായിരിക്കുകയാണ്. എന്താ റബ്ബേ ഞാൻ കേട്ടത്? ശരിക്കും സത്യമാണോ ഞാൻ കേട്ടത്? എനിക്ക് എന്തൊക്കെയോ ആവുന്നു റബ്ബേ. അത് അവൾ അങ്ങനെയൊക്കെ അപ്പോഴേക്കും അവൻ കരുതി രാജേഷിൻ്റെ കുഞ്ഞിനെയാണ് അവൾ പ്രഗ്നൻ്റ് ആയതെന്ന്. ശരിക്കും അവനക്ക് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനേ കഴിയുന്നില്ല. അത് അവർ രണ്ടുപേരും വളരെയധികം ഭാര്യ ഭർത്താക്കന്മാരെ പോലെയാണ് പെരുമാറുന്നത്. എന്തൊരു സ്നേഹത്തിൽ, എന്തൊരു സന്തോഷത്തിൽ. സത്യം പറഞ്ഞാൽ അവൻക്ക് ആ ഒരു കാഴ്ച കണ്ടിരിക്കാൻ തന്നെ തോന്നിയില്ല. അവൻ വിചാരിച്ചത് പാവം ഷെഫി ഉസ്താദിനെയായിരുന്നു. അദ്ദേഹം ഇതൊന്നും അറിഞ്ഞില്ല. ഇതിനെക്കുറിച്ച് ഒന്നും അറിയൊന്നുമുണ്ടാവില്ല. പാവം ഉസ്താദ്. എന്തിനാ റബ്ബേ പാവങ്ങളെങ്ങനെ പരീക്ഷിക്കുന്നത്? റബ്ബേ, സീനത്തിനെ പോലെയുള്ള ഈ ഒരു പെണ്ണുങ്ങളെ ഈ ദുനിയാവിൽ നിന്ന് തന്നെ ആട്ടി ഓടിക്കേണ്ടതാണ്. നീ ഒരിക്കലും വിറ്റവൾക്ക് ഇവിടെ സ്ഥാനം കൊടുക്കാൻ പാടില്ല. പഠിച്ചോനെ, എന്തൊരു തെറ്റാണ് ഞാൻ കാണുന്നത്. എന്നാൽ അതിനിടയ്ക്ക് രാജേഷത അവളുടെ ജ്യൂസിൽ സ്ട്രോ ഇട്ടുകൊണ്ട് കുടിക്കുന്നു. അതെ, നീയും കുടിക്ക്. ഇങ്ങനെയാണ് സ്നേഹമുള്ളവർ കുടിക്കേണ്ടത്. രണ്ടുപേരും ഒരു ജ്യൂസിൽ സ്ട്രോ ഇട്ട് കുടിക്കണം. ആവശ്യമായിട്ടാണെങ്കിൽ അവൾ പറയുന്നത്, ഓ എന്തൊക്കെയാണ് പറയുന്നത്, എനിക്കിതൊന്നും ആവശ്യമില്ല, എനിക്കിതൊന്നും വേണ്ട, ഇനി എനിക്ക് കുറച്ച് ദിവസം കഴിയണമായിരിക്കും, എനിക്കാകെ തളർന്നു പോവുകയാണ്, എൻ്റെ ശരീരമാകെ വല്ലാതെ. നീ വിഷമിക്കണ്ട മോളെ, അവിടെ ഇരിക്കേ. പെട്ടെന്ന് തന്നെ രാജേഷ് അതാ പുറത്തേക്ക് പോകുന്നു. അവളുടെ നേരെ അത് നീട്ടിക്കൊണ്ട്, നീ ഇതൊന്ന് നോക്ക്, ഒരു ധൈര്യത്തിന് വേണ്ടിയിട്ട്. ഇത് പെട്ടെന്നാണ് അവനെ ശ്രദ്ധിച്ചത്. അത് മറ്റൊന്നും അല്ലായിരുന്നു, പ്രഗ്നൻസി ടെസ്റ്റ് കാർഡ്. ഒരു നിമിഷം അവൻ ശരിക്കും ഒന്ന് ഞെട്ടി. ഷെജിൽ അവന് എന്ത് ചെയ്യണം എന്ത് പറയണമെന്നായിപ്പോയി. ഒരു നിമിഷം ഉറക്കെ വിളിച്ചു പറയണമെന്ന് തോന്നി. മോളെ, ഒരിക്കലും നീ അവൻ്റെ കെണിയിൽ പെട്ടുപോവല്ലേ. എന്നാൽ അപ്പോഴേക്കും അവൾ സന്തോഷത്തോടു കൂടി അവൾ വാങ്ങി അവളുടെ ബാഗിൽ വെച്ചിരുന്നു. സത്യം പറഞ്ഞാൽ അവൻക്ക് അത് മുഴുവനാക്കാൻ കഴിഞ്ഞില്ല. ജ്യൂസ് ഒന്ന് കുടിച്ചു എന്നല്ലാതെ അവൻക്ക് ഇറങ്ങുന്നില്ലായിരുന്നു. എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. റബ്ബേ, ഇവൾ ഇത്രയ്ക്ക് നീചയായോ? എൻ്റെ മേത്തുനിന്ന് രക്ഷപ്പെട്ടു തന്നെ നന്നായി. അല്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. അവൾ ആരുടെയൊക്കെ ഒപ്പാണ് അവളുടെ ജീവിതം. ഇപ്പോഴതാ കുറി തൊട്ട അവൻ്റെ അരികിലിരിക്കുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് അറപ്പ് തോന്നുകയാണ് റബ്ബേ. ഒന്നുകൊണ്ടുമല്ല, എന്തിനാണ് ഇവള് ഇങ്ങനെ നടക്കുന്നത്? ഉറക്കിയൊന്ന് വിളിച്ചു പറയണമെന്ന് തോന്നി, പക്ഷേ ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. ജ്യൂസ് പകുതിയോളം കുടിച്ചു, പക്ഷേ പിന്നീട് അങ്ങോട്ട് കഴിയുന്നില്ല. അവൻ നേരെ അറിയാത്ത രീതിയിൽ അവിടെ കൂൾബാറിൻ്റെ ആ ഭാഗത്തേക്ക് കിടന്ന് ക്യാഷ് കൊടുത്തു. അവിടെ തന്നെ നിന്നു. പഠിച്ചോനെ, എന്തൊരു കാഴ്ചയാണ് കണ്ടത്. എന്താണ് ഇവിളൊക്കെ ഇങ്ങനെ? ഷെഫി ഉസ്താദിനോട് എങ്ങനെയെങ്കിലും കാര്യം പറയണം. ഉസ്താദിന് ഒരിക്കൽ പോലും ഇവളെ കൊണ്ടൊരു ഉപകാരം ഉണ്ടാവില്ല, ഉപദ്രവം എന്നല്ലാതെ, അവൻ മനസ്സിൽ വിചാരിക്കുന്നു. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ അതാ അവർ രണ്ടുപേരും കൂൾബാറിൽ നിന്ന് ഇറങ്ങുന്നു. ക്യാഷ് കൊടുത്തിട്ട് പലരും അവരെ നോക്കുന്നുണ്ട്. കുറിയിട്ട ഒരു ചെക്കനും ഷാൾ ധരിച്ച് ഒരു പെൺകുട്ടിയും. സത്യം പറഞ്ഞാൽ അവൻ ആ കാഴ്ച കാണുവാൻ കഴിഞ്ഞില്ല. അവൻ്റെ കൂടെ ബൈക്കിൽ കയറി അവൾ എങ്ങോട്ടോ പോയി. സത്യം പറഞ്ഞാൽ അവൻക്ക്
അത് വളരെയധികം സങ്കടമുള്ള ഒന്നായി തീർന്നു. എന്താണാവോ ഇവളുടെ പ്ലാനിങ്? ഷെഫി ഉസ്താദ് കഴിയുന്നതും ഇവളെ ഉപേക്ഷിക്കുകയായിരിക്കും നല്ലത് എന്ന് തോന്നുന്നു. കാരണം അദ്ദേഹം വളരെയധികം പരിശുദ്ധനായി ജീവിക്കുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് ഇങ്ങനൊരു പെണ്ണ് വരികയെന്ന് വെച്ചാൽ അത് തികച്ചും വൃത്തികെട്ട ഒരു സ്വഭാവമുള്ള അങ്ങനെയുള്ളൊരു പെണ്ണ്. ഒരിക്കൽ പോലും ഷെഫി ഉസ്താദ് ഇവളെ ഭാര്യയാക്കി സ്വീകരിക്കാതിരിക്കലാണെന്ന് തോന്നുന്നു. എനിക്ക് നല്ലത്. റബ്ബേ, എന്തൊക്കെയാണ് നടക്കുന്നത്? പാവം. വീട്ടിൽ പ്രായമായ ഒരു ഉമ്മയുണ്ട്. ഒന്നും ചെയ്യാൻ കഴിയില്ല. റബ്ബേ, നീ കാത്തുരക്ഷിക്ക്. ഷെഫി ഉസ്താദിനോട് എങ്ങനെയെങ്കിലും വിവരം പറഞ്ഞാലോ? എന്നാൽ ഈ സമയം ഷെഫി ഉസ്താദ് തൻ്റെ ഭാര്യ ഗർഭിണിയാകുന്നു എന്നുള്ള ആ ഒരു വാർത്ത ഉമ്മ പറഞ്ഞത് കേട്ടപ്പോൾ വളരെയധികം സന്തോഷത്തിലായിരുന്നു. അറബി വീട്ടിലുള്ള എല്ലാവർക്കും ഷെഫി ഉസ്താദ് തന്നെ മധുരം നൽകുകയാണ്. ഒരു വിശേഷമുണ്ട് എൻ്റെ വീട്ടിൽ എന്നാണ് പറഞ്ഞത്. ഒരിക്കൽ പോലും ഷെഫി ഉസ്താദ് അത് വെളിപ്പെടുത്തിയില്ല എന്താന്നുള്ളത്. വീട്ടിലെ വിശേഷത്തിന് സന്തോഷത്തിനാണ് ഇങ്ങനെ മിഠായി തരുന്നത് എന്നാണ് പറഞ്ഞത്. എന്തൊക്കെ തന്നെയാണ് ഷെഫി ഉസ്താദിൻ്റെ കൈകൾ കൊണ്ട് കിട്ടിയപ്പോൾ അത് വളരെയധികം സന്തോഷമായി. ഹംദയും ആ മധുരം കഴിച്ചപ്പോൾ ഷെഫി ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദേ, ഇത്രമാത്രം മധുരം നൽകാൻ എന്ത് സന്തോഷമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്? മോളെ സഹർ ബത്തൂൽ, അത് എനിക്ക് ഏറ്റവും വിശേഷകരമായ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് എനിക്ക് എൻ്റെ ജീവിതത്തിലേക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു സംഭവം ഉണ്ടാകുവാൻ വേണ്ടി പോകുകയാണ്. അതിൻ്റെ മുന്നോടിയായിട്ട്. അതെന്താ ഉസ്താദേ, ഉണ്ടാകുന്നതിന് മുമ്പായിട്ട് തന്നെ ഇങ്ങനെയൊരിത്? അതൊക്കെ ഉണ്ട് മോളെ. ഇൻഷാ അല്ലാ ഞാൻ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പറയാം കാര്യങ്ങൾ. എന്താ? ഉസ്താദിൻ്റെ ആ ഒരു വാക്ക് കേട്ടപ്പോൾ അവൾ പുഞ്ചിരിച്ചു. ഉസ്താദേ, എന്നാൽ ബാക്കി നമുക്ക് സ്റ്റോറിയിലേക്ക് കടന്നാലോ? സ്റ്റോറിയോ? ആ അതെ, ഖുർആനിൻ്റെ കഥകൾ ഒരുപാടുണ്ടല്ലോ. അതിൽ നിങ്ങൾ യൂസുഫ് നബിയുടെ കഥ പറഞ്ഞു വച്ചിരുന്നല്ലോ. അതിൻ്റെ ബാക്കി ഇനി പറയോ? മോളെ, ഇൻഷാ അല്ലാ നമുക്കത് തുടരാം. ഷെഫി ഉസ്താദ് യൂസുഫ് നബിയുടെ കഥ ചരിത്രം വിവരിച്ചു കൊടുക്കുകയാണ് അവൾക്ക്. അവളതെല്ലാം കേട്ട് അതിലങ്ങ് മുഴുകിപ്പോവുകയായിരുന്നു. മിസ്രിലെ രാജകുമാരി ബീവി സുലേഖ ബീവി നിലാവ് തോൽക്കുന്ന യൂസുഫ് നബിയെ പ്രണയിച്ച അതിസുന്ദരമായ കഥ. അതായിരുന്നു ഷെഫി ഉസ്താദ് സഹർ ബത്തൂലിന് പറഞ്ഞു കൊടുത്തിരുന്നത്. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.